കർത്താവേ കാത്തോളേ. രക്ഷിക്കണേ. വഴി തീർന്നോ? വഴി തീർന്നടാ. എടാ എന്തിനാടാ എന്നെ ഇങ്ങനെ ഓടിക്കണേ? ഞാൻ നിങ്ങളെ വെച്ചൊരു കുട്ടികളുടെ ചിത്രം സംവിധാനം ചെയ്തു. എന്നൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ. ഞങ്ങൾ അഭിനയിച്ച് സിനിമ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളോട് കടം മേടിച്ച് കാശും തന്നിട്ടില്ല. ഞങ്ങൾ കുപ്പിയും പാട്ടയും ഇറക്കി വെച്ച കാശ അവിടെ തുടരുത്, അവിടെ വേണ്ട. ഇത് എന്ത് കളിയാ കുട്ടികളെ? കളിയല്ല കാര്യോടി. എന്റെ മുതുകത്തോടെ അത്തളപ്പെത്ര തവളാച്ച് കളിക്കണത് ചുക്കമരിക്കണ ചൂടാപ്പേ പോടാ. എന്താ പ്രശ്നം? നിസ്സാര പ്രശ്നം. എന്റെ തെരുവിന്റെ നൊമ്പരത്തിലെ അഭിനേതാക്കളാ. അവരതിന്റെ സംവിധായകനായി എന്നെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് വന്ന് കൈയടിച്ചതാ. പക്ഷെ കൈയടിയുടെ ഇടയിലും ഞാൻ പെട്ടുപോയി. നാണല്ലോ സോളമന് ഈ കുട്ടികളുടെ അടുത്തുനിന്ന് കടി വാങ്ങാൻ. മുതിർന്ന നിന്റെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിയാൽ മതിയോ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? തിരിച്ചങ്ങോട്ടൊന്ന് കൊടുത്താൽ എന്താ? നോ 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 നോ. നമ്മള് തിരിച്ചു ഒന്നു കൊടുത്താൽ അതിന് ബദലായിട്ട് വീണ്ടും കിട്ടും. അവര് തരുന്നത് ചുമ്മാ നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്ന പെട്ടെന്ന് പണിയും കഴിഞ്ഞ് അവര് പൊക്കോളും. പ്രതികരിക്കാൻ നിന്ന് കൂടുതൽ അടി കിട്ടും. ചുമ്മാതല്ല, ഇങ്ങനെ വെറും പേടിത്തൊണ്ടനായതുകൊണ്ട് നാട്ടുകാർ മുഴുവനും നിന്നെ കുഞ്ഞാടെന്ന് വിളിക്കുന്നത്. കുഞ്ഞാടില്ലേ? നിന്റെ അപ്പൻ ഇട്ടിച്ചൻ. ശരാ, ഞാനൊരു സമാധാനപ്രിയനായത് ഇപ്പൊ തെറ്റായി പോയോ? എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ധൈര്യം എനിക്ക് വരണ്ടേ മേരി? എന്തെല്ലാം മരുന്നുകൾ മാർക്കറ്റിൽ ഇറങ്ങണു. ധൈര്യം വെക്കാനുള്ള ഒരു ലേഖ്യം പോലെ ഇറക്കാത്ത വലിയ കഷ്ട. മരുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? മരുന്നുണ്ടോ? എന്റെ ഫ്രണ്ടിന്റെ അച്ഛനൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സക്കീരിയ പോത്തൻ. ഞാൻ നിന്നെ കൊണ്ട് അങ്ങേരെ ഒന്ന് കാണിക്കാം. എന്നിട്ട് വേണമെങ്കിൽ നാട്ടുകാരെ എനിക്ക് വട്ടാന്നുകൂടി പറയാൻ. ഇത് ടൗണിലാ, ആരും കാണാതെ നമുക്ക് പോയ പോരെ. എന്റെ മേരി, നീ ഇത് എന്ത് ഭാവിച്ച ഇങ്ങനെ പരിസരം മറന്നു നിന്ന് സംസാരിക്കണേ? നീ ഒന്ന് പോയേ. നിന്റെ വീട്ടുകാരെ തല്ലുള്ളാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് നീ പോയേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. പിള്ളേർ അതിലല്ലേ പോയത്, നീ ഇതിലെ പോ. എന്റെ കലാജീവിതം തകർത്തളഞ്ഞ ദ്രോഹി നീ. ഒരുത്തിക്കാരനെ ഷൂട്ടിംഗ് മുടങ്ങി എന്റെ എത്ര രൂപ നഷ്ടമെന്നറിയോ? നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തട്ടാ ജാൻസി? നീ ആ ചതി എന്നോട് കാണിച്ചത് എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. ക്യാമറ റോളിംഗ് സർ. ആക്ഷൻ! പിതാവായ ദൈവമേ, അങ്ങയെ കാണുവാനായി പൊന്നും മീറിയും കുന്തിരിക്കവുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പാപികളുടെ മോചനത്തിനായി അങ്ങയുടെ മുന്നിൽ ഇതാ വന്നു കഴിഞ്ഞു. ഓർക്കുന്നുണ്ടല്ലേ? നോക്കിക്കോ, ഏതെങ്കിലും ഒരു ക്രിസ്മസിന് നിന്നെ വെട്ടുമ്പോ ഞാനും മേടിക്കും നിന്റെ ഒരു കിലോ ഇറച്ചി. എന്നിട്ട് ഉരുളക്കിഴങ്ങിട്ട് വെച്ച് വല്ല ചാവലപ്പെട്ടേക്ക് എറിഞ്ഞു കൊടുക്കും. കുഞ്ഞാടും പശുവും കൂടെ ഏത് പിണ്ണാക്കന്റെ കാര്യം പറയുന്നേ? നിനക്കെന്താ നെഞ്ചുവേനുണ്ടോടാ? ഇടയ്ക്കിടയ്ക്ക് തോമേട്ടനെ കാണുമ്പോ പറയട്ടെ, ഒരു 100 രൂപ തന്നിട്ട് പോടാ. വെറുതെ അല്ലല്ലോ, ഇരുന്നിട്ടില്ലേ? അയ്യോ, കാശ് എടുക്കല തോമേട്ട, എനിക്ക് കറണ്ട് അടയ്ക്കലത്. അപ്പം വഴക്ക് പറയും. അവന്റെ അമ്മൂമ്മയുടെ ഒരു കറണ്ട് കാശ് വേണ്ട, ഞാൻ എഴുതി എത്തിച്ചോളാം. വെരി ഗുഡ്. ഇതിലെന്താണ് ഇത്ര വെരി ഗുഡ്? കുടിക്കുന്ന കള്ള് മുഴുവൻ അയാളുടെ നവദ്വാരങ്ങളിൽ കൂടി പുറത്തു പോണേ കർത്താവേ. ആണെങ്കിൽ എന്താ ഗ്യാസ് ഒക്കെ അല്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡോക്ടർ ആണോ? ഡോക്ടർ പിഷാരടി MBBS. നല്ല കൈപ്പിനുള്ള ആളാണോ? ഒരു മിനറൽ വാട്ടർ. ഒരു മിനറൽ വാട്ടർ 15 രൂപ. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇത്തിരി വെള്ളം കുടിക്കുന്നതിന് ഡോക്ടർക്ക് കാശാ. ഡോക്ടർ എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ വലിയ കാര്യമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതവും ബിസിനസ്സും പച്ച പിടിച്ച എന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. എന്റെ കട ഇത്രക്ക് ഡെവലപ്പ് ആയത് ഡോക്ടർ വന്നതിന് ശേഷമാണ്. എന്റെ കടയിൽ കയറി ഒന്ന് ബ്ലസ് ചെയ്തിട്ട് പോണം പ്ലീസ്. ഏതാ തന്റെ കട? മെഡിക്കൽ ഷോപ്പ് ആയിരിക്കും. അല്ല, ആ കാണുന്ന പാക്കിംഗ് കേസ് ഷോപ്പാ. ഈ ആഴ്ച ഒന്നും അനങ്ങിട്ടില്ല. ആഴ്ചയിൽ ഓരോ ഓപ്പറേഷനും നടത്തിക്കൂടെ? മെഡിക്കൽ ഷോപ്പിൽ തരുന്ന പോലെ TV പിടിച്ച് തരാനുള്ള പാകത എനിക്കില്ല. എന്നാലും ആയതുപോലെ ചെയ്തോളാം. ഒന്ന് ഉത്സാഹിക്കണേ. ഞാനിപ്പോ വരാ. അപ്പൊ തന്നെ മോനൊരു കുഞ്ഞു പെട്ടിയെടുത്ത് കൊഞ്ചു കുത്തിക്കളി. കൊച്ചൊരു പെട്ടിയെടുത്ത് കൊടുത്തേ. ഒന്നും രണ്ടും അല്ല,
ഈ മാസത്തെ വാടകയും കൂട്ടി 4 മാസം വാടകയായിട്ടാണ് തരാനുള്ളത്. ഓ എന്റെ ചേട്ടത്തി എല്ലാം കൂടി ഒരുമിച്ച് എപ്പോഴെങ്കിലും തരാം. എപ്പോഴെങ്കിലും തരാന്നോ? ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാവർക്കും ഉണ്ട് സുധാകര. ചേട്ടത്തിയുടെ കഷ്ടപ്പാട് ചേട്ടത്തി സ്വയം ക്ഷണിച്ചു വരുത്തിയതല്ലേ? അല്ലെങ്കിൽ ഇട്ടിച്ചല ബംഗ്ലാവില് നല്ല മഹാറാണിയായിട്ട് കഴിയായിരുന്നില്ലേ? ഈ മാസം തന്നെ മര്യാദയ്ക്ക് കട ഒഴിഞ്ഞ് താക്കോൽ ഏൽപ്പിച്ചോണം. ഓ പിന്നെ ഒഴിയാൻ പറയുമ്പോഴേക്കും ഞാൻ ഒഴിയാൻ നിൽക്കല്ലേ? അയ്യോ പറഞ്ഞു തീർന്നില്ല. ദേ കടയൊഴിപ്പിക്കാൻ കുഞ്ഞാട് വരുന്നുണ്ട്. അവനിപ്പൊ എന്നെ അങ്ങ് തല്ലി ഇറക്കും. പരിഹസിക്കണ്ട. നിന്നെ ഒഴിപ്പിക്കാൻ ഈ മേരിക്കുട്ടി തന്നെ ധാരാളം. 31-ാം തീയതി കട ഒഴിഞ്ഞ് താക്കോൽ എന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂടറിയുന്നീ. ഓ ഈ പ്രായത്തിൽ ഇനി എന്നാ ചൂടറിയാനാ? കുറച്ചുകൂടി പ്രായം കുറവായിരുന്നു നോക്കാൻ. എന്താടാ പറഞ്ഞേ? അമ്മച്ചി വേണ്ട, അയാളെ വിട്ടേക്ക്. ഒന്നും ചെയ്യില്ലട്ടാ. നീ ചെവിയിൽ നുള്ളിക്കോ സുധാര. നിന്നെ ഒഴിപ്പിക്കാൻ പറ്റൂ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ നിയമം കോടതിയുണ്ട്. അമ്മച്ചി ആവേശത്തിൽ ഇങ്ങനെയൊന്നും പറയല്ലേ. അമ്മച്ചി ഓരോന്ന് പറഞ്ഞ് അയാൾക്ക് വല്ല ദേഷ്യം വന്നിട്ട് എനിക്കിട്ടായിരിക്കും കിട്ടണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലം അത്. എപ്പൊ നോക്കിയാലും ആളുകൾ മുഴുവൻ എനിക്കിട്ടാണ് ഇരിക്കുന്നത്. നീ ഇങ്ങനെ ഒരു പാവത്താനായതുകൊണ്ടാ അവനൊക്കെ ഇത്ര അഹങ്കാരം. ഓ ഞാനൊരു തല്ലുപിടുത്തക്കാരനാവാത്തതാ ഇപ്പൊ കുറ്റമായി പോയത്. അമ്മച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ വല്ല കൊട്ടേഷനായി മാറൂട്ടോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജോസ്മോൻ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നീ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിപ്പോയല്ലോ. അല്ലെങ്കിലും 12-ാം വയസ്സിൽ ഒളിച്ചോടിപ്പോയ മോനോടാ അമ്മച്ചിക്ക് സ്നേഹം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ, ധൈര്യമില്ലാത്തവനാ. സംസാരിക്കുമ്പോ ഒടുക്കത്തെ ധൈര്യം അമ്മച്ചി. പക്ഷെ പ്രവൃത്തിയോട് അടുക്കുമ്പോഴേക്കും ധൈര്യം ഒക്കെ ചോർന്നു പോവും. എല്ലാം ശരിയാവും. അമ്മച്ചി നോക്കിക്കോ. അമ്മച്ചി മോനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആ സുധാകരനോടുള്ള ദേഷ്യത്തിനല്ലേ അങ്ങനെ പറഞ്ഞത്? സോളമാ കുണ്ടുകുഴി റോഡാകുമ്പോ കുണ്ടുകുഴിയൊക്കെ ഉണ്ടാവും. അതല്ല, കുണ്ടുകുഴി അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. ആണോ? അമ്മച്ചി നടന്നോ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. സുഖമൊരു ബിന്ദു ഭാര്യയെ കാണാൻ പോകുമ്പോ നീ എന്നെ മോർച്ചല്ലാക്കാൻ നോക്കുന്നോ? കർത്താവേ, അളിയോ ഇപ്പോഴും അളിയന്റെ മനസ്സിൽ നിന്ന് മേരിക്കുട്ടി പോയിട്ടില്ലല്ലോ. എങ്ങനെ പോവാനാ ചവരോ? കല്യാണ തലേ നീ കൈവെള്ള എന്നല്ലേ ദൈവം തമ്പുരാൻ അവളെ തട്ടിത്തെറിപ്പിച്ചത്. അതങ്ങനെ ദൈവത്തിന് നിരക്കാത്ത പണിയല്ലയോ കാണിച്ചു. വീട്ടുവേലക്കാരിയെ ജീവിതകാലം മുഴുവൻ ചുമക്കാനും നിന്നെ പോലുള്ള ഊച്ചാളികളെ അളിയാന്ന് വിളിക്കാനുമാണ് എന്റെ വിധി. നന്നായി പോയി. മേരിക്കുട്ടിയുമായി ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വേലക്കാരത്തേക്ക് വയറ്റിലുണ്ടാക്കാൻ പോകുമായിരുന്നു. നല്ല സദ്യ ഉണ്ടായിരിക്കുമ്പോ കട്ട് കപ്പ പറിക്കാൻ പോയി എങ്ങനെ ഇരിക്കും? എന്റെ പെങ്ങള് ബുദ്ധിമതി ആയതുകൊണ്ട് മേരിക്കുട്ടിയോട് ചെന്ന് കാര്യം പറഞ്ഞു, കല്യാണം മുടങ്ങി. അളിയൻ ചതിച്ചതിന്റെ വാശി തീർക്കാൻ മേരിക്കുട്ടി കപ്പേരെ അങ്ങ് കെട്ടി. അതിന് മേരിക്കുട്ടിയെ ഞാൻ കുറ്റം പറയില്ല, എല്ലാം അളിയന്റെ കുറ്റം തന്നെയാ. നീ ഇതെങ്ങോട്ടാ പോണേ? കള്ളും പുറത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതിന് നീയും നിന്റെ വീട്ടുകാരും കൂടി അവളെ എന്റെ തലയെ കെട്ടിവെച്ചില്ലേ? ഒരു ജീവിതം പോയില്ലേ? നീ കാറി കയറണ്ട, നടന്നു പോയാ ബെൻസി കയറാൻ പറ്റിയൊരു സാധനം. എന്റെ അളിയ പണ്ടം കണ്ടോ നടന്ന കാര്യം പറഞ്ഞോണ്ട് അളിയൻ ഇങ്ങനെ മേരിക്കുട്ടിയെ കണ്ട ഏതാ കുഴപ്പം? പെട്ടെന്ന് ഭ്രാന്തളകും.